വെൽക്കം ബാക്ക് ടു ഇലാൻ സ്റ്റെം ജീനിയസ് ഓൺലൈൻ ക്ലാസ്സസ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ മോഷൻ എന്ന ചാപ്റ്ററിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ. അങ്ങനെ അതിൽ നമ്മൾ അവസാനം ഈ ഗ്രാഫിലാണ് പറഞ്ഞെത്തിയിരുന്നത്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, എപ്പോഴും 40 ആണ്. എയിൽ നിന്ന് ബിയിലെത്തി ഈ ഒരു കംപ്ലീറ്റ് മോഷനിൽ അത് 40 ആണ്. അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരായിരുന്നു യൂണിഫോം മോഷൻ. യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷനെ നമ്മൾ ഇട്ട പേരായിരുന്നു യൂണിഫോം മോഷൻ എന്നാണ് വിളിച്ചിരുന്നത്. മാത്രമല്ല നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഓർമ്മ ഉണ്ടോ? അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പോർഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞിരുന്നു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ, ആ ഒരു സെക്ഷനിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം ഏരിയ നിങ്ങൾക്കറിയാം, ഈ റെക്റ്റാങ്കിളുടെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഒരു ആക്സിസ് വെലോസിറ്റിയും ഒരു ആക്സിസ് ടൈമുമാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ചെയ്യുന്നത്. അതെന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ എക്സാമ്പിളിൽ നമ്മൾ ഫ്രം എ ടു ബി ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ എ ബി സി ഡി എന്ന റെക്റ്റാങ്കിളുടെ ഏരിയ അല്ലേ, എ ബി സി ഡി എന്ന റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഇവിടെ ഹൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ്? 40 ആണ്. ഇതെത്രയാണ്? 40 ആണ്. 40 km/h ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു ഇനി T2 മൈനസ് T1 ആയിരിക്കും ലെങ്ത്ത്. ലെങ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ് ഇവിടെ? ലെങ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ എന്നുള്ളത് T2 മൈനസ് T1. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. കാരണം വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൻ്റെ ഏരിയ കിട്ടിയാൽ മതി. നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം എ ടു ബി ആണെങ്കിൽ അതിൻ്റെ അടുക്കുള്ള അടിയിലുള്ള ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി ഇനി ഏതെല്ലാം ഗ്രാഫുകളുണ്ട്, ഇനി ഏതെല്ലാം മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഇതിൽ ടൈം തന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് 0 എന്നാണ്. കാറിൻ്റെ വെലോസിറ്റി 0-ലാണ്, 2 യൂണിറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫൊക്കെ വരച്ചിരുന്നു. ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് തന്നെ എക്സും വൈയും ആക്സിസ് വരയ്ക്കുക. 0 അല്ലെങ്കിൽ ഒറിജിൻ എന്ന പോയിന്റ്, രണ്ടിൻ്റെയും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒറിജിൻ എന്ന പോയിന്റ്. അതേപോലെ തന്നെ വെലോസിറ്റി, വൈ ആക്സിസിൽ വെലോസിറ്റി കൊടുക്കുക, എക്സ് ആക്സിസിൽ ടൈം കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്ത് വരച്ച് നോക്കിയേ. എല്ലാവരും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഡാറ്റ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ വരക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. ഒറിജിൻ, ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? വെലോസിറ്റി. ഇവിടെ നമ്മൾ വെലോസിറ്റി കൊടുക്കുകയാണ്. 2 യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റ് എടുത്താൽ മതി. ഞാനിവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുക്കാൻ പോകുന്നത്. മീറ്റർ പെർ സെക്കൻഡ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെലോസിറ്റി എടുത്തിരുന്നത് വൈ ആക്സിസിലായിരുന്നു അല്ലേ? വെലോസിറ്റി എടുത്തിരുന്നത് വൈ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, രണ്ടിലും മാറ്റി മാറ്റി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു റൂളൊന്നുമില്ല, ഒരു ആക്സിസിൽ ഇതേ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. വെലോസിറ്റി എന്നുള്ളത് ഞാൻ വൈ ആക്സിസിലെടുത്തു. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി നമുക്ക് വേണ്ടത് ഡാറ്റയാണ്. അപ്പോൾ 0 മുതൽ 30 വരെയാണ് ആര് പോകുന്നത്? ടൈം പോകുന്നത്. 0-ൽ നിന്ന് ആദ്യം 5 അല്ലേ, 5, അതേപോലെ തന്നെ 10, 15, 20, 25 ആൻഡ് 30. ഇങ്ങനെയാണ് ടൈമിൻ്റെ ഡിഫറെൻറ്റ് ടൈമുകൾ കൊടുത്തിട്ടുള്ളത്. ഇനി വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി എത്രയായിരുന്നു? വെലോസിറ്റി 0 ആയിരുന്നു, പിന്നെ 2.5 ആയി അല്ലേ, പിന്നെ എത്രയായി? 5 ആയി, 7.5, 10, ഇങ്ങനെ തന്നെ അല്ലേ, 12.5, ഫൈനലി 15. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 0-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 തന്നെയാണ്. 0-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 തന്നെയാണ്. 5 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
അങ്ങനെയല്ല, ആ 2 പോയിന്റ്സും ജോയിൻ ചെയ്യുക. അടുത്തത് 10 സെക്കൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഞാൻ 10ൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരക്കും, 5ൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കും, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അങ്ങനെ ബാക്കി പോയിന്റ്സ് എല്ലാം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ തന്നെ ഗ്രാഫ് വരക്കുന്നത് വളരെ എളുപ്പമാണ്. ഗ്രാഫ് വരക്കുന്നത് വളരെ എളുപ്പമാണ്. ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഇയറിൽ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്നൊക്കെ, അല്ലേ? അങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. 0 കൂടെ ഈ ടേബിളിൻ്റെ ഈ ഡാറ്റയുടെ ഭാഗമാണ്. അപ്പോൾ 0യിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ റെഡ് ലൈനാണ് ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ഉദാഹരണമാണ്? ഏത് ടൈപ്പ് ഓഫ് മോഷൻ? ഇവിടെ വെലോസിറ്റി കൂടുന്നുണ്ട്, അപ്പോൾ ദെയർഫോർ ആക്സിലറേഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി ആലോചിക്കേണ്ടത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണോ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണോ? ഈ കാര്യമാണ് ചിന്തിക്കേണ്ടത്. എന്തായിരുന്നു യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ഈക്വൽ ആയിട്ടാണ് ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലും കൂടുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 5 സെക്കൻഡ്സിൽ 2.5 കൂടി, അടുത്ത 5 സെക്കൻഡ്സിൽ വീണ്ടും 2.5 ആണ് കൂടിയത്, അങ്ങനെയാണ് 5 ആയത്. അടുത്ത 5 സെക്കൻഡ്സിൽ വീണ്ടും 2.5 കൂടി, അങ്ങനെ അടുത്ത 5 സെക്കൻഡ്സിൽ വീണ്ടും 2.5 കൂടി. സോ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആയിട്ടാണ് വെലോസിറ്റി കൂടുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് മോഷൻ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ. മാത്രമല്ല ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം, ടേബിളിൻ്റെ ആവശ്യമില്ല. ഗ്രാഫ് ഡയറക്റ്റ് തന്നു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? എന്താണത്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് മോഷൻ ഉണ്ട്. യൂണിഫോം മോഷൻ, അതിൽ വെലോസിറ്റിയാണ് കോൺസ്റ്റൻറ്റ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ആക്സിലറേഷനാണ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആക്സിലറേഷനാണ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം ഡാറ്റയുടെ തന്നെ ഗ്രാഫാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ടേബിള് കുറച്ചുകൂടെ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കണ്ട് മനസ്സിലായല്ലോ. ഇത് ഈ ഗ്രാഫ് തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളത്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം എന്തായിരുന്നു? നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്യാം. എങ്ങനെ? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഈ കാറ് പോയപ്പോൾ ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആ 2 പോയിന്റുകൾക്ക് അടിയിലുള്ള ഗ്രാഫ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നാണ് പറയാം. ഓക്കെ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നാണ് പറയുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് AB. ഇവിടെ AE എന്നുള്ള 2 പോയിന്റ്സ് എല്ലാവരും കണ്ടല്ലോ. എയിൽ നിന്ന് ഇ വരെ ആ 2 പോയിന്റ്സിനടുക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും ഈ ബ്ലൂ റീജിയൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ് വരിക. ക്ലിയർ അല്ലേ? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ABCD എന്നുള്ള റെക്റ്റാങ്കിൾ ഉണ്ട്, അതേപോലെ ADE എന്നുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, displacement of the object from A to E. A മുതൽ E വരെയുള്ള ആ ഒരു ജേണിക്കടിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് ABCDE. ABCDE എന്നുള്ള ഫിഗർ, ആ ഫിഗറിൻ്റെ പേരെന്താ? എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ളൊരു ക്വാഡ്രിലേറ്ററലാണത്. അപ്പോൾ ആ ഫിഗറിൻ്റെ ഏരിയ ആയിരിക്കും, ആ ഫിഗറിൻ്റെ ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഏരിയ ഓഫ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കാം. ABCDയുടെ ഏരിയ കാണാം, എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? ആ മേലുള്ള ട്രയാങ്കിളിലെ ADE, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്യാം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ സ്ക്വയർ ആണ് ഇവിടെ. സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ ഏതാണ് ഇവിടെ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതേപോലെ ട്രയാങ്കിളിൻ്റെ ½ BH. എല്ലാ വാല്യൂസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, 2 ഏരിയയും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴല്ല, ക്ലാസ് കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് തന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഗ്രാഫിൻ്റെ മീനിങ് മനസ്സിലായി. ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മോഷൻ എന്ന ചാപ്റ്ററിൽ ഗ്രാഫ് നോക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ വെലോസിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ ഹയർ ക്ലാസ്സുകളിൽ അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, NTSC എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. ഓക്കെ,
ഇനി ഈ രണ്ട് ഗ്രാഫുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിൻ്റെ പെക്യുലാരിറ്റി എന്തായിരിക്കും? ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്? ഇത്രയൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നോക്കിയിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്ന് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ആൻസർ ചെയ്ത് നോക്കുക. യൂണിഫോം മോഷൻ ആണോ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണോ, അതോ നോൺ യൂണിഫോം മോഷൻ ആണോ, നോൺ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണോ? ഏത് ടൈപ്പ് ഓഫ് മോഷനാണ് ഇത് രണ്ടും? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നോക്കുക. ആദ്യത്തേതിൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് വന്ന് 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 0-ലെത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോഷനാണ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ആണ്, പക്ഷേ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തിരുന്നു. ആ നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, റിട്ടാർഡേഷൻ. സ്പീഡ് കുറഞ്ഞു വരുന്ന ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും പറയാം. അത് മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്? ഇവിടെ റിട്ടാർഡേഷൻ ആണ് നടക്കുന്നത്. ഇനി അത് യൂണിഫോം ആയിട്ടാണോ സംഭവിക്കുന്നത്? അതായത് റിട്ടാർഡേഷൻ എന്നുള്ള സ്പീഡ് നമുക്ക് യൂണിഫോം ആയിട്ട് കുറക്കാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം ആയിട്ടും കുറക്കാം. സ്പീഡ് കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ്. യൂണിഫോം ആയിട്ട് വെലോസിറ്റി കൂട്ടാം, നോൺ യൂണിഫോം ആയിട്ട് വെലോസിറ്റി കൂട്ടാം. അപ്പോൾ ഇവിടെ അതെങ്ങനെ മനസ്സിലാക്കും? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണോ അല്ലയോ നോക്കിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്നത് യൂണിഫോംലി കുറഞ്ഞു വരികയാണ്. യൂണിഫോംലി റിട്ടാർഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഫസ്റ്റ് ഗ്രാഫിൽ. സെക്കൻഡ് ഗ്രാഫിൽ നിങ്ങൾക്കറിയാം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെലോസിറ്റി കൂടിയിട്ട് ഏകദേശം 25-ൻ്റെ അടുത്തെത്തി, വീണ്ടും കുറഞ്ഞു, എന്നിട്ട് ജസ്റ്റ് അബവ് 10 എത്തി, വീണ്ടും കൂടിയിട്ട് എവിടെ എത്തി? ജസ്റ്റ് 20-യുടെ അടുത്തെത്തി, വീണ്ടും കുറഞ്ഞിട്ട് ഏകദേശം 10 മീറ്റർ പെർ സെക്കൻഡിലെത്തി. അപ്പം കൂടുന്നു കുറയുന്നു. അപ്പോൾ ഇതെന്തല്ല? ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ല. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്, ഇവിടെ വേറെ ആക്സിലറേഷൻ ആണ്, ഇവിടെ വേറെയാണ്. അപ്പോൾ ഇത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ് സെക്കൻഡ് ഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് എന്നുള്ളത് റിട്ടാർഡേഷൻ ആണ്, സെക്കൻഡ് ഗ്രാഫ് എന്നുള്ളത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ടിൽ തന്നെ എഴുതി വെക്കുക ഇത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 എക്സാമ്പിൾസ് കാണിച്ചത്. ഇനി നിങ്ങൾക്കുള്ള ജോലിയാണ്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാവരും ഇപ്പോഴത്തേക്കും ചെയ്തു തുടങ്ങുക. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആരെവിടെ നിന്ന് പോകുന്നതാണ്? ടൈംസ് ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാച്ചർ ഓഫ് എ ട്രെയിൻ അറ്റ് 3 സ്റ്റേഷൻസ്. ABC എന്നുള്ള 3 സ്റ്റേഷനിൽ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് Aയിൽ നിന്ന്, എന്നിട്ട് Bയിലെത്തുന്നു. സമയമൊക്കെ തന്നിട്ടുണ്ട്, അവിടെ എത്ര നേരം റെസ്റ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ടൈം ഓഫ് അറൈവലും ഡിപ്പാർച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്ര നേരം ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിർത്തിയിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരക്കുക. എല്ലാവരും ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരക്കുക. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ് വരക്കുക. വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സിൽ ടൈം. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂസൊക്കെ മാർക്ക് ചെയ്യുക. ഒന്ന് എല്ലാവരും ശ്രമിച്ച് നോക്കുക. ഇത്രയും ഗ്രാഫൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ബുക്കിലൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഡാറ്റ എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി റെഫർ ചെയ്യാം. ആദ്യം നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. ഇവിടെ എന്താണ്? ടൈം ഇൻ സെക്കൻഡ്സ്. ഇവിടെ ടൈം സെക്കൻഡ്സിലാണോ ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 11:15 എവിടെ എത്തി? B സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് 11:30 യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 1 മണിക്കാണ് എവിടെ എത്തിയത്? Cയിലെത്തിയത്. Cയിൽ നിന്ന് 13:15 ആയപ്പോൾ, അല്ലെങ്കിൽ 1:15 PM ആയപ്പോൾ അത് അവിടുന്ന് വീണ്ടും ഡിപ്പാർട്ട് ചെയ്തു. ഓക്കെ, സ്പീഡ് ഡിസ്റ്റൻസ് തന്നിട്ട്, ഡിസ്റ്റൻസ് കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കിലോമീറ്ററും ഹവറും തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, കിലോമീറ്റർ ഹവർ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ എവിടെ മുതൽ എവിടം വരെ പോകണം? കിലോമീറ്റർ എന്നുള്ളത് 0-ൽ നിന്ന് 180 വരെ പോകണം. ഓക്കെ, കിലോമീറ്റർ എന്നുള്ളത് 0 നിന്ന് 180 വരെ പോകണം. അപ്പോൾ ഇവിടെ ഞാൻ യൂണിറ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഹവേഴ്സാണ്. യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഡിസ്റ്റൻസ് എന്നുള്ളത് ഞാൻ അവർ തന്ന പോലെ കിലോമീറ്ററിൽ എടുക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇനി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ് നോക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് 0-ൽ നിന്ന് ഡിസ്റ്റൻസ് 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടൈം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 8 മണിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ 0-0, ഒറിജിൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? XY പ്ലെയിൻ മാക്സിൽ പഠിച്ചില്ല, ഒറിജിൻ 0-0 ആയിരുന്നു. അതിന് പകരം ഇവിടെ 0-8 എന്ന് എടുക്കാം. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ് ഡിസ്റ്റൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, പക്ഷേ ടൈമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 8 hours ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. 8 മുതൽ എനിക്ക് എവിടെ വരെ പോകണം? 13 വരെ പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. 8 മുതൽ 13 വരെ പോകണ്ടേ? 9 hour ആയി. 10, 11, 12, 13, 14 കൂടി ഇരുന്നോട്ടെ. 14. ഓക്കെ, വാട്ട് അബൌട്ട് കിലോമീറ്റേഴ്സ്? കിലോമീറ്റർ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം? കിലോമീറ്റർ 120, 180 ആണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 60 വെച്ച് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 60, 120, 180. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് ആക്സിസിലും ആ തന്നിട്ടുള്ള ടേബിളിൽ തന്നിട്ടുള്ള എല്ലാ ഡാറ്റയും ഞാൻ മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് 0-8 ആണ്. ആദ്യത്തെ പോയിന്റ്, ഓരോരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എവിടെയാണ്? 0-8 ആണ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, വാട്ട് അബൌട്ട് സെക്കൻഡ് പോയിന്റ്? സെക്കൻഡ് പോയിന്റ് എന്നുള്ളത് ബിയിൽ എപ്പോൾ എത്തും? 120 കിലോമീറ്റർ ആണ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് എപ്പോഴാണ് അവിടെ എത്തുന്നത്? 11:15 എത്തുന്നത്. സോ നമുക്ക് ആദ്യം 11:15 മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 1/4 ഞാൻ ഇവിടെ ചൂസ് ചെയ്യുകയാണ്. 11:15 എന്നുള്ളത് ഒരു മണിക്കൂറിൻ്റെ 1/4 അല്ലേ, 15 minutes. അപ്പോൾ ഞാൻ അത് 1/4 ആയിട്ട് അവിടെ ചൂസ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. 120-ലാണ് അത് മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പോയിന്റ് ഇതാണ്. അടുത്ത പോയിന്റ് ഇവിടെ വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തതോ 180. അടുത്തത് 180 എന്നുള്ളത് അതിൻ്റെ മുന്നായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. 11:15 മുതൽ 11:30 വരെ അവിടെ ബ്രേക്കാണ്. അവിടെ പിന്നെ വണ്ടി മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് 11:30 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? 11-ൻ്റെയും 12-ൻ്റെയും എക്സാക്ട് നടുക്കുള്ള ഒരു പോയിന്റാണ്. ആ പോയിന്റ് വരെ, ആ പോയിന്റ് ശേഷം ഇവിടെ വരും. ആ പോയിന്റ് വരെ എന്ത് ചെയ്തിട്ടില്ല? ട്രെയിൻ മൂവ് ചെയ്തിട്ടില്ല. അത് അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് പിന്നെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 11:30ക്ക് അവിടുന്ന് പോയി. എന്നിട്ട് 1 മണിക്ക് 1 PM എവിടെ എത്തി? അല്ലെങ്കിൽ 13 hours എവിടെ എത്തി? സിയിലെത്തി. സി എന്ന് പറഞ്ഞാൽ 180 ആണ്. സോ നമുക്ക് 13 hours എന്ന പോയിന്റിൽ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ഹൊറിസോണ്ടൽ 180 എപ്പോൾ എത്തി? 180 കിലോമീറ്റർ ദൂരെയുള്ള 13 hours 1 PM അവിടെ എത്തിയത്. സോ അതിൻ്റെ പോയിന്റ് ഇതാണ് വരിക. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ അവിടെ? പ്ലോട്ട് ആൻഡ് ഇന്റർപ്രറ്റ് ദി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ ട്രെയിൻ അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് മോഷൻ ബിറ്റ്വീൻ എനി 2 സ്റ്റേഷൻസ് ഇസ് യൂണിഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. 2 സ്റ്റേഷൻ്റെ അടുക്കുള്ള മോഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റേഷൻ്റെ അടുക്കുള്ള മോഷൻ യൂണിഫോം ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ യൂണിഫോം മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ എ എന്ന സ്റ്റേഷൻ, അതേപോലെ ഇവിടെ ബി ആണ്, ഇതും ബി തന്നെയാണ്, ഇത് സി. എ എന്ന സ്റ്റേഷനിൽ നിന്ന് ബി എന്ന സ്റ്റേഷനിലേക്കുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം യൂണിഫോം മോഷനാണ്. ഇവിടെ അതിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, കാരണം അത് അവിടെ നിർത്തിയിട്ടേക്കായിരുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അഗെയിൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്റ്റേഷനിലേക്കുള്ള എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? പിന്നെ എന്ത് ചെയ്തു? തീർന്നിട്ടില്ല. 13:15 വരെ അടുത്ത ബ്രേക്കാണ്. ഇവിടെ കണ്ടോ, 1:15 വരെ 13:15 വരെ വീണ്ടും ബ്രേക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം 13:15 ഈ ഒരു പോയിന്റില്ലേ, 13:15 എന്ന് പറയുമ്പോൾ 13-ൻ്റെയും 14-ൻ്റെയും 1/4 ആയിട്ട് കട്ട് ചെയ്യുക. അവിടം വരെ നമ്മുടെ ട്രെയിൻ എവിടെ ഉണ്ടായിരുന്നു? സ്റ്റേഷൻ സിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, 2 സി എഴുതേണ്ട കാര്യമില്ല, അത് രണ്ടും സെയിം സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ തന്നിട്ടുള്ള ഡാറ്റ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബോർഡ് എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഗ്രാഫ് വരക്കുന്ന ക്വസ്റ്റ്യൻ CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആക്കാൻ ഈ ഒരു പോയിന്റ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇത് 11:15 ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഈ മിഡിൽ പോയിന്റ് എന്നുള്ളത് 11:30 ആണ്, എക്സെട്ര. ഓക്കെ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ ഗ്രാഫിലേക്ക് കൊണ്ടുവരണം, നിർബന്ധമായിട്ട് കൊണ്ടുവരണം. അതുപോലെ ഇവിടെ ഈ ഒരു സമയം എപ്പോഴാണ്? 13:15 ആണ്. ഇതൊക്കെ നിങ്ങൾ എക്സാമിനൊക്കെ വളരെ വലുതാക്കി വരച്ചിട്ട് ഈ ഓരോ പോയിന്റും എല്ലാ ടൈമും കൃത്യമായി മാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും?
യൂണിറ്റ് ഒക്കെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് 0 കിലോമീറ്റർ 8 ഹവേഴ്സ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ബി വരെ യൂണിഫോം മോഷനാണ്. അവിടെ ഒരു 15 മിനിറ്റ് സ്ട്രെയിറ്റ് ലൈനാണ് ഗ്രാഫ്, അല്ലേ? 15 മിനിറ്റ് ഹൊറിസോണ്ടൽ ഗ്രാഫാണ്, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആണ്. വീണ്ടും യൂണിഫോം മോഷൻ സിയിലെത്തി, സിയിൽ അഗെയിൻ ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഈ ടേബിൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്നുകൂടെ പോയി പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പിൽ ചോദിക്കണം. ഓക്കെ, അഗെയിൻ അനദർ ക്വസ്റ്റ്യൻ, വെരി സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കാം. Firoz and his sister Sania go to school on their bicycles. Both of them start at the same time from their home, but take different times to reach the school. ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വേറെ വേറെ സമയങ്ങളിലാണ് സ്കൂളിൽ എത്തുന്നത്. ഓൾദോ ദേ ഫോളോ ദ സെയിം റൂട്ട്, രണ്ടാളും ഒരേ റൂട്ടിലാണ് പോകുന്നത്, പക്ഷേ രണ്ടാളും എന്താണ് വേറെ വേറെ സമയത്താണ് എത്തുന്നത്. ടേബിൾ 8.5 ഷോസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദം ഇൻ ഡിഫറെൻറ്റ് ടൈംസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ടേബിൾ തന്നിട്ടുണ്ട്, രണ്ടാളുടെ ടേബിൾ തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്ലോട്ട് ദ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ ദെയർ മോഷൻസ് ഓൺ ദ സെയിം സ്കെയിൽ ആൻഡ് ഇൻ്റർപ്രറ്റ്. അഗെയിൻ നമ്മളോട് 2 പേരുടെയും ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 8:25 വരെയാണ് ടോട്ടൽ തന്നിട്ടുള്ളത്. 8:20 ആരെവിടെ എത്തും, ഫിറോസ് സ്കൂളിലെത്തും. 8:25 സാനിയ സ്കൂളിലെത്തുന്നത്. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. എല്ലാവരും വരച്ചു നോക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമുക്ക് ഇത് ഡാറ്റ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ആക്സിസ് ഒക്കെ വരക്കുന്നു. ഇവിടെ ടൈമാണ്, ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, യൂണിറ്റ്സ് ആദ്യം തീരുമാനിക്കുക. കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്, അതേപോലെ മിനിറ്റ്സിലായിരിക്കും എന്ത് തന്നിട്ടുണ്ടാവുക, ടൈം തന്നിട്ടുണ്ടാവുക. കാരണം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 8:25 തീർന്നു, അപ്പോൾ അതിനിടയ്ക്ക് ആകെ 25 മിനിറ്റേ ഉള്ളൂ. സ്റ്റാർട്ടിങ് എവിടെയാണ്, സ്റ്റാർട്ടിങ് നമുക്ക് 0 എന്ന് എടുക്കാം ഇത്തവണ. കാരണം എന്താണെന്നറിയോ, മിനിറ്റ്സിലല്ലേ നമ്മൾ യൂണിറ്റ് എടുക്കാൻ പോകുന്നത്. ആകെ 8 മണിക്കും 8:25 25 മിനിറ്റ്സ് ആണ്. ആ 25 മിനിറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 25 വരെ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5, 10, 15, 20, 25. മനസ്സിലായോ? അപ്പോൾ ആകെ 25 മിനിറ്റിൻ്റെ ടോട്ടൽ ഡാറ്റയേ ഉള്ളൂ. ഇനി കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതും 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3.6 വരെയാണ് പോകുന്നത്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3.6 വരെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ 3.6 എന്നുള്ളത് നിങ്ങൾക്കറിയാം 0.6ൻ്റെ മൾട്ടിപ്പിളാണ്, അല്ലേ? 36 എന്നുള്ളത് 6ൻ്റെ മൾട്ടിപ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ സ്കെയിലിൽ വരക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 0.6 എടുക്കാൻ പോകണം ഇവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈക്വലായിട്ട് 1.2, 1.8, 2.4, 3, 3.6 ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ റീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും കറക്റ്റായിട്ട് ഇതിന് അലൈൻഡൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, 1, 2, 3, 4 എടുക്കാം, അല്ലെങ്കിൽ 0.5, 1, 1.52 അങ്ങനെ പോവുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി ഓരോരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 പേരുണ്ട് ഇവിടെ. ആദ്യം നമുക്ക് ഒരാളുടെ നോക്കാം. ആദ്യം ആരുടെ നോക്കാം, ഫിറോസിൻ്റെ നോക്കാം. ഫിറോസ് 0യിൽ എവിടെയാണ്, 0യിൽ തന്നെയാണ്. 1 കിലോമീറ്റർ എപ്പോൾ എത്തി, 5 മിനിറ്റിൽ 1 കിലോമീറ്റർ എത്തി. 5 മിനിറ്റ് ആയപ്പോൾ 1 കിലോമീറ്റർ എത്തി. 1 കിലോമീറ്റർ നമുക്ക് ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും, ശരിയല്ലേ? നെക്സ്റ്റ് പോയിന്റോ, ഓരോ പോയിന്റ് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും പ്ലോട്ട് ചെയ്യുക. 1.9 കിലോമീറ്റർ എപ്പോൾ എത്തി, 10 മിനിറ്റ് ആയപ്പോൾ എത്തി. 10 മിനിറ്റ് ആയപ്പോൾ 1.9 കിലോമീറ്റർ, 1.8ൻ്റെ കുറച്ച് മുകളിൽ, അല്ലേ? 1.8ൻ്റെ കുറച്ച് മുകളിലായിട്ട് വരയ്ക്കുക. 10 മിനിറ്റ് ആയപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുണ്ടാവുക, 1.8ൻ്റെ ജസ്റ്റ് മുകളിൽ. അടുത്ത പോയിന്റ് ഏതാ, 2.8. 2.8 എന്ന് പറയുമ്പോൾ 2.4ൻ്റെയും 3യുടെയും അപ്രോക്സിമേറ്റ്ലി മിഡിലായിട്ട് വരും 2.8. അപ്പോൾ അത് ഏത് സമയത്താണ്, 15 മിനിറ്റ് ആയപ്പോൾ. ഓക്കെ, 15 മിനിറ്റ് ആയപ്പോൾ ഏകദേശം ഈ മിഡിൽ പോയിന്റിലെത്തി. ഓക്കെ, 15ൻ്റെ നേരെ മേലെ, അതേപോലെ 2.8ൻ്റെ സൈഡിലായിട്ട്. ക്ലിയർ? ഇനി 3.6 ഫൈനലി സ്കൂളിലെത്തുന്നത് എപ്പോഴാണ്, 8:20. സ്കൂളിലെത്തുന്നത് 8:20 സ്കൂളിലെത്തുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സ്കൂളിലെത്തുന്നത് 8:20.
ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റിൽ 1 കിലോമീറ്റർ പോയി, പിന്നത്തെ 5 മിനിറ്റിൽ 0.9 കിലോമീറ്റർ പോയി, അടുത്ത 5 മിനിറ്റിൽ എത്രയാണ് പോയത്? അഗൈൻ 0.9 കിലോമീറ്റർ ആണ് പോയത്. അടുത്ത 5 മിനിറ്റിൽ 0.8 കിലോമീറ്റർ ആണ് പോയത്. അല്ലേ? ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തല്ല, യൂണിഫോം മോഷൻ അല്ല. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്യുന്നത്. ഈ ഡാറ്റയിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. അപ്പോൾ യൂണിഫോം മോഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരിക്കലും എന്തായിരിക്കില്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കില്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ, ആ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഗ്രാഫ് എന്തായിരിക്കില്ല? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇൻ്റർപ്രറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സ്കൂളിലെത്തിയിട്ടോ. ഇനി അടുത്ത ആളുടെ നോക്കാം. അടുത്ത ആളുടെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് വരച്ചേ. അടുത്ത നമുക്ക് ബ്ലൂ ലൈൻ യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സാനിയ. ആദ്യം 0.8 മീറ്റർ, 5 മിനിറ്റ് ആയപ്പോൾ ഇവിടെ എത്തി. 0.8 എന്ന് പറയുമ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിന്റ്, അതിൻ്റെ താഴെ വരണം. ഓക്കെ, അതിൻ്റെ താഴെ വരണം. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, 0.8. ഇനി എല്ലാവരും പെട്ടെന്ന് ചൂസ് ചെയ്യുക. അടുത്തത് 1.6. 1.6 എവിടെ എത്തിയപ്പം? അത് 10 മിനിറ്റിൽ 1.6. ഓക്കെ, 1.6 എന്ന് പറയുമ്പോൾ 10 മിനിറ്റിൽ ഏകദേശം ഇവിടെ വരും. അപ്പോൾ നിങ്ങൾ സ്കെയിലും ഒരു പ്രോപ്പർ ഗ്രാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ഇനി അടുത്തത്, കാരണം എക്സാമിനൊക്കെ നിങ്ങൾക്ക് സ്കെയിലും എല്ലാ സെറ്റപ്പും ഉണ്ടാവും. 2.3 കിലോമീറ്റർ എത്തി 15 മിനിറ്റ് ആയപ്പോൾ. 2.3 കിലോമീറ്റർ 15 മിനിറ്റ് ആയപ്പോൾ 2.3 എന്ന് പറയുമ്പോൾ 2.4ൻ്റെ ജസ്റ്റ് അണ്ടർലൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? 3. 20 മിനിറ്റ് ആയപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് 3-ലെത്തി. ഓക്കെ, 20 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് 3-ലെത്തി. ഫൈനലി സ്കൂളിലെത്തിയത് എപ്പോഴാണ്? 25-ന്. 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫൈനലി എവിടെ എത്തിയത്? സ്കൂളിലെത്തിയത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്ലൂ ലൈൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ബ്ലൂ ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ 2 പേരുടെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് ഫിറോസിൻ്റെ ഗ്രാഫാണ്, ഇത് സോണിയയുടെ ഗ്രാഫ്. ഓക്കെ, ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പോൾ ഒരാൾ വൈകിയാണ് സ്കൂളിലെത്തിയത്. അപ്പോൾ നമ്മൾ രണ്ടും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഫിറോസ് എത്തി, അല്ലേ? ആദ്യം ഫിറോസ് എത്തി. പിന്നെ നമുക്കറിയാം ഇനി സോണിയ ഈക്വൽ ടൈം ഈക്വൽ ഡിസ്റ്റൻസ് ആണോ? നോക്ക്, ആദ്യത്തെ 5 മിനിറ്റിൽ 0.8 കിലോമീറ്റർ, അടുത്ത 5 മിനിറ്റിൽ 0.8 കിലോമീറ്റർ. പക്ഷേ അടുത്ത 5 മിനിറ്റിൽ 0.7 കിലോമീറ്റർ ആണ്. അടുത്ത 5 മിനിറ്റിൽ 0.7, അടുത്ത 5 മിനിറ്റിൽ 0.6 കിലോമീറ്റർ. സോ ക്ലിയർലി ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ട്രാവൽ ചെയ്യുന്നത്. ദെർഫോർ അതും എന്തല്ല? യൂണിഫോം മോഷൻ അല്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് അവരുടെ 2 പേരുടെയും ഗ്രാഫ്. ഇനി ഈ ഗ്രാഫ് നിങ്ങൾ എക്സാമിനും ഒക്കെ വരയ്ക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഓരോ പോയിന്റും ഇവിടെ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഈ പോയിന്റ് എത്രയാണെന്ന് എഴുതണം, അതേപോലെ ഈ പോയിന്റ് എത്ര എഴുതണം. അതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ്, കുറച്ചുകൂടെ നല്ല രീതി. ഓക്കെ, അതേപോലെ ഓരോ പോയിന്റിലുള്ള ഓർഡേർഡ് പെയർ, x, y ഇല്ലേ, ഓർഡേർഡ് പെയർ കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചില്ലായിരുന്നു, അതെന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ടേബിൾ നോക്കിയിട്ട് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ യൂണിഫോം മോഷൻ ആണോ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണോ, ഇതൊക്കെ പറയാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം അവസാനിച്ച്. ഇനി കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ യൂണിഫോമിന് എങ്ങനെയാണ് വരിക? യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവും, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി നോൺ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതെന്തായിരിക്കില്ല? നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ,
വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഹൂസ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്? എന്താ അത്? അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എക്സ് എന്നുള്ളത് ഞാൻ ഡിസ്റ്റൻസ് എടുക്കുകയാണ്, പാരലൽ ടു ദി ടൈം ആക്സിസ്. പാരലൽ ടു ദി ടൈം ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുക? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ പെട്ടെന്ന് ആലോചിച്ചിട്ട്. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ സ്പീഡ് ഉണ്ടോ, അത് ആക്സലറേറ്റ് ചെയ്യുകയാണോ, അത് മൂവ് ചെയ്യുന്നില്ലേ? എപ്പോഴും അത് ഇവിടെ തന്നെയാണ്, ഈ ഒരു പോയിന്റിൽ തന്നെയാണ് അത് എപ്പോഴും ഉള്ളത്. x1 എന്ന് ഞാൻ വെറുതെ പേര് കൊടുക്കുകയാണ്. എപ്പോഴും അവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒബ്ജക്റ്റ് എന്താണ്, മൂവ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാഫിൻ്റെ ഗുണം. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദി മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇഫ് ഇറ്റ് സ്പീഡ് ആൻഡ് ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്? സോ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ടൈമും സ്പീഡ് ഗ്രാഫാണ്, അത് പാരലൽ ടു എന്താണ്, ടൈം ആക്സിസ്. അതിനർത്ഥം സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ മോഷൻ എന്താണ്, യൂണിഫോം മോഷനാണ് അല്ലേ? അതെന്താണ്, യൂണിഫോം മോഷനാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി എന്താ ഉള്ളത്? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി വിച്ച് ഇസ് മെഷേർഡ് ബൈ ഏരിയ ഓക്യുപ്പൈഡ് ബിലോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഏരിയ ഏത് ക്വാണ്ടിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? എല്ലാവരും ആൻസർ ചെയ്ത്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു, ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആൻസർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് അതെന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഇക്വേഷനൊക്കെ പഠിക്കാനുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ലൈഫായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബസ് ആക്സിലറേറ്റ് ചെയ്യുന്നു, ഡീസിലറേറ്റ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. യൂണിഫോംലി പോകുന്ന സമയം ഉണ്ടാവാറുണ്ട്, നോൺ യൂണിഫോംലി നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ അങ്ങനെ ഡെയിലി ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുക, എന്നിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഡൗട്ടുകളും മറ്റ് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.